ഏശയ്യാ 20-ാം അധ്യായം. ഈജിപ്തിന് അടയാളം. അസ്സീരിയ രാജാവായ സാർഗോന്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്നു യുദ്ധം ചെയ്ത് അഷ്തോദ് കീഴടക്കിയ വർഷം കർത്താവ് ആമോസിന്റെ പുത്രനായ ഏശയ്യായോട് അരുളി ചെയ്തു, നിന്റെ അരയിൽ നിന്നു ചാക്കുവസ്ത്രവും നിന്റെ കാലിൽ നിന്നു ചെരിപ്പും അഴിച്ചുകളയുക. അവൻ അതനുസരിച്ച് നഗ്നനായും ചെരിപ്പിടാതെയും നടന്നു. കർത്താവ് അരുളി ചെയ്തു, എന്റെ ദാസനായ ഏശയ്യാ ഈജിപ്തിനും എത്യോപ്യായ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാദകനുമായി നടന്നുപോലെ അസ്സീരിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യാക്കാരെ പ്രവാസികളുമായി, യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാദകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിന്റെ അപമാനത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ അവരുടെ പ്രത്യാശയായ എത്യോപ്യായും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ വിസ്മയിക്കുകയും സംഭ്രാന്തരാവുകയും ചെയ്യും. അന്നു തീരദേശവാസികൾ പറയും, അസ്സീരിയ രാജാവിൽ നിന്നു രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നോ അവർക്ക് ഇതാണ് സംഭവിച്ചത്. പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും?